തിരുവാതിരയ്ക്ക് നമ്മൾ പണർത് തിരുവാതിര കളിയും താളകം ഇല്ലാട്ടന്നെ ഏഴുകറിക്കൂട്ട് ചൊല്ലുക. ഇത് ഏഴുകറിക്കൂട്ടുക്ക് പകരം നമുക്ക് പുഴുക്കും പണലാം. ഇന്നിക്ക് ഏഴുകറിക്കൂട്ടാക്കും പണി കാണിക്കറേ. ഇതുപോലെ ഉതിരുതിര ഇരിക്കപ്പെട്ട തിരുവാതിര കളിയും ഏഴുകറിക്കൂട്ടും എപ്പടിയാക്കും പണർത് എന്നാക്കും ഇന്നിക്ക് ഇന്ത വീഡിയോയിൽ കാണിക്കറേ. ഇന്നിക്ക് കളി പണ്ണാർത്തേക്ക് അരിശ വറുത്തിട്ടാക്കും പൊടിക്കറേ. ഇല്ലാട്ടന്നെ നമുക്ക് വേറൊരു രീതിയിൽ അരിശയെ പൊടിച്ചിട്ട് വറുത്തും നമുക്ക് കളി പണ്ണല. ഇന്നിക്ക് കളി പണ്ണാർത്തേക്ക് 1 ഗ്ലാസ് ചമ്പാ പച്ചരിശിയൊക്കെ എടുത്തിരിക്കാൻ. ഇതിൽ കടക്കലി ഞാനാണ് സാധാരണ പച്ചരിശി എടുക്കരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ പാശിപ്പരിപ്പും എടുക്കരുത്. നന്നാ ഇതുപോലെ അലമ്പി വെള്ളത്തെ നന്നാക്കി വറുത്ത് വെക്കരുത്. എന്നിട്ട് ആദ്യം പരിപ്പ് നന്നാ വറുത്തെടുക്കരുത്. നല്ല ചുമക്ക വറുക്കണം. ഇതുപോലെ നല്ല ചവന്ത് വരുമ്പം അത് മാറ്റി വെച്ചിട്ട് അതേ വാനിലയിൽ അരിശിയെ വറുത്തെടുക്കലാം. അരിശിയും നല്ല ഇതിപ്പോൾ ചുമന്ത അരിശിയായതുകൊണ്ട് ചുമന്ത പച്ചരിശിയാക്കും. ഇത് കേരളത്തിൽ എളുപ്പം കടയ്ക്കും, നല്ല ടേസ്റ്റും ആക്കും. ഇത് കടക്കലിയാണെങ്കിൽ നമുക്ക് സാധാരണ പച്ചരിശിയിലും ഇതുപോലെ വറുത്ത് പണിയിട്ടാൽ പോരും. ഇപ്പോൾ 1 ഗ്ലാസ് അരിശി എടുത്തിരിക്കാൻ അതൊക്കെ 1.5 ഗ്ലാസ് വെള്ളം എടുക്കറേ. അതിൽ 2.5 ഗ്ലാസ് വെള്ളം വിട്ട് നന്നാതെ ഉരുക്കിയെടുത്ത് നമുക്ക് അത് പിന്നെ തിളപ്പിച്ചെടുക്കല. ഇപ്പം അരിശിയും നന്നാ വറുത്തത്ത ഒരു പ്ലേറ്റിൽ പോട്ട് നന്നാതെ തണുത്ത് കഴിഞ്ഞിട്ട് ഒരു മിക്സിയിൽ പോട്ട് നമുക്കത് പൊടിച്ചെടുക്കല. നല്ല കൊഞ്ചം കൊരകൊരപ്പാ പൊടിച്ചാൽ പോരും. ആ പൊടിക്കറ കൂട്ടത്തിൽ ഒരു 4-5 ഏലക്കയും കൂടെ പോട്ട് ഒരുമിച്ച് പൊടിച്ചിട്ട് തന്നെ നമുക്ക് ഏലക്ക പ്രത്യേകமாக പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കൊഞ്ചം തരിതരിപ്പാ പൊടിച്ചിട്ടാൽ പോരും. അത് കഴിഞ്ഞ് അതേ വാനിലയിൽ നമ്മൾ ഉരുക്കി വെച്ചിരിக்கிற വെള്ളത്തോടെ പാക് ഇതുപോലെ ഒരു അരിപ്പയിൽ അരിച്ച് വിട്ടിട്ടാൽ പോരും. ഇത് പാകൊന്നും ആകണ്ട, ജസ്റ്റ് അത് മെൽറ്റ് ചെയ്ത് കടച്ചാൽ പോരും. നന്നാ തിളച്ച് കഴിയുമ്പോൾ അതിൽ അവൾക്ക് ടേസ്റ്റൊക്കെ ഒരു 1/2 കപ്പിലേന്ത് 1 കപ്പ് വരെ തിരുവിന തേങ്ങയെ പോടല. നന്നാ തിളച്ച് വരുമ്പം നമ്മൾ പൊടിച്ച് റെഡിയാക്കി വെച്ചിരിக்கிற അരിശിയും പാശിപ്പരിപ്പും കൂടെയുള്ള പൊടിയെ കൂടെ പോട്ട് കട്ടയില്ലാതെ നന്നാ കിണ്ടി നന്നാതെ വെന്തെടുക്കണം. ചിന്ന ഫ്ലെയിമിൽ വെച്ച് വെന്തെടുക്കുമ്പോഴേക്കും അത് നന്നാ വെന്ത് കിടക്കരുത്. നന്നാ ഇതുപോലെ കട്ടയില്ലേന്ന് നല്ല ഇപ്പോൾ ഒട്ടും കട്ടയില്ലാണ്ടാക്കും കിടക്കരുത്. ഇരിക്ക് നന്നാ മിക്സ് പണിയാച്ച് ഇനി നമുക്കൊരു അടപ്പ് വെച്ച് അടച്ച് ചിന്ന തീയിൽ അത് വേവിച്ചെടുക്കല. അത് ഒന്ന് കട്ടിയായി വരുമ്പം നമുക്കതിൽ 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് തിരുപ്പി അടച്ച് വെച്ച് നന്നായിട്ട് കൊഞ്ചം ഉതിരുതിര ആവറത് വരെ ഇപ്പം നന്നാക്കി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും പതുക്കെ അത് കട്ടിയായി വെന്ത് നല്ല ഉതിരുതിര വന്നിക്കും. ഇതൊന്നും കൂടെ അടച്ച് വെച്ച് നന്നാ വെന്തെടുക്കരുത്. ഒന്നും കൂടെ വെന്ത് വരുമ്പം നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തത്തേയും കൂടെ പോടലാം അതിൽ. ഇപ്പോൾ കൊഞ്ചം കൂടെ ഉതിരുതിര വന്നിരിക്ക്. ഇതുപോലെ അടച്ച് വെച്ച് നമുക്ക് ചിന്ന തീയിൽ വെന്ത് വരുമ്പോൾ നല്ല ഉതിരുതിര വന്നിരും. ഇതിൽ കൊഞ്ചം കൂടെ നെയ്യ് ഇരിക്കുക. അപ്പം നെയ്യോടെ കൂടെ ചേർത്ത് അതിൽ വിട്ടിട്ടാൽ പോരും. ഒരു 2 ടീസ്പൂൺ താൻ നെയ്യ് എടുത്തിരിക്കാൻ ഇത് പണ്ണർത്തേക്ക്. ഇനി അടച്ച് വെക്കണം എന്നില്ല, തുറന്ന് തന്നെ നല്ല ഉതിരുതിര ആവറത് വരെ ചിന്ന ഫ്ലെയിമിൽ നന്നാ വേവിച്ചെടുത്തിട്ടാൽ പോരും. വെള്ളമാനത് കൊണ്ട് ഒന്ന് തണുത്ത് കഴിയുമ്പം അത് നല്ല ഉതിരുതിര വന്നിരും. ഇനി അടുത്തത് 7 കറി കൂട്ടുക്ക് നമുക്ക് മസാലപ്പൊടി പണിയെടുക്കല. ആദ്യം 1 ടീസ്പൂൺ നാങ്ക തേങ്ങ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ. அந்த தேங்காய் எண்ணெயில் കാഞ്ച മുളകെ പോട്ട് ഒന്ന് വറുത്തതിന് ശേഷം മല്ലിയും കടലപ്പരിപ്പും
പോട്ട് ഒന്ന് ചിന്നത ചുമപ്പിച്ചെടുക്കല. ചുമപ്പിച്ചതിന് ശേഷം നമ്മളതിൽ ബാക്കിയുള്ളത് ഇത് പോടണം. 2 ടൈപ്പ് എള്ളൊക്കെ എടുത്തിരിക്കാൻ, ഓരോരോ ടീസ്പൂൺ വെച്ച് എടുത്തിരിക്കാൻ. இப்போ கറുத்த எள்ளு தான் இருக்குന്നുണ്ടെന്ന് அப்படி போடலை. ഇതിപ്പോൾ രണ്ടും കൂടെ മിക്സ് பண்ணி എടുത്തിരിക്കാൻ. അപ്പോൾ എള്ളും നന്നാ ഒന്ന് പൊട്ടി വറുത് വരെ ഒന്ന് വറുത്ത് എല്ലാം നല്ല ചുമന്ന് വരുമ്പോൾ മാറ്റി വെച്ച് അതേ ചീനച്ചട്ടിയിൽ നമുക്ക് ഒരു കപ്പ് തേങ്ങയെ കൂടെ ഒന്ന് വറുത്തെടുക്കല. തേങ്ങയുടെ കളറൊന്നും മാറണ്ട, ഒന്ന് മൂത്ത് കടച്ചാൽ പോരും. ഇതുപോലെ കളറ് മാറാതേക്ക് ഒന്ന് അത് അതിലുള്ള വെള്ളമയം ഒന്ന് മാറിക്കിട്ടിനാൽ മാത്രം പോരും. കൂട്ട് പണ്ണറത്തേക്ക് 7 കായ്കറികളൊക്കെ എടുത്തിരിക്കാൻ. அதுக்கு ചേന, ചേപ്പക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, വെള്ളയും മഞ്ചയും പൂഷണിക്കായ്, വാഴക്കായ്, പിന്നെ ബ്രിഞ്ചാൾ. ഇത് കുക്കറിൽ വേണമെന്നാ കുക്കറിൽ പണ്ണലാം. ഇത് ഞാനിപ്പം വാനിലയിലേക്കും പണ്ണറേൻ. ഒരു 3 കപ്പ് വെള്ളം എടുത്ത് ആദ്യം ചേനയെ പോട്ട് അതൊരു പകുതി വേവാകുമ്പം നമുക്കതിൽ സ്വീറ്റ് പൊട്ടറ്റോയും ചേപ്പക്കിഴങ്ങുമാ പോടല. അത് ഒന്ന് വെന്ത് വരുമ്പോഴത്തേൻ പൂഷണിക്കായ, മഞ്ചയും വെള്ളയും പൂഷണിക്കായ പോടണം. எல்லாமே நம்ம ഒരുമിച്ച് போட்டோம்னா நம்ம ஆദ്യം போட்டிருக்கிற சேனையும் சேப்பக்கிழங்கும் ஒன்றும் வெந்திருக்காது. அந்த வேவ் எப்படி ஆக்குமோ അതനുസരിച്ച് അതേ ഓർഡറിൽ പോട്ടിട്ടാൽ പോരെ. ഇപ്പം പൂഷണിക്കായും പോട്ടിട്ട് വാഴക്കയും പോട്ട് അത് ഒന്ന് വെന്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റിൽ തന്നെ നമ്മൾ ബ്രിഞ്ചോള പോടണം. இந்த കായ്കറികൾ പോടുമ്പോൾ കൂടെ മഞ്ഞപ്പൊടിയും കൂടെ പോട്ട് അതൊരു 3/4 വേവാകുമ്പം നമുക്കതിൽ ബ്രിഞ്ചോളും കൂടെ പോട്ടാൽ പോരും. അപ്പം ഒന്ന് നന്നാ വെന്ത് വറുത് இந்த സമയത്തിൽ ഇത് എളുപ്പം ചട്ടിന വെന്തരും. അതുകൊണ്ട് ലാസ്റ്റ് அந்த വേവാകുമ്പം ഇதை போட்டு ഇല്ലാട്ടന്നെ இந்த ബ്രിഞ്ചോൾ അതിൽ കുഴഞ്ഞു പോരും. അതുകൊണ്ട് அந்த വേവ് എപ്പടിയാക്കുമോ ഉള്ളത് അത് അഡ്ജസ്റ്റ് ചെയ്ത് അതേ ഓർഡറിലേക്ക് നാം പോട്ടിട്ടിരിക്കാൻ. இந்த ബ്രിഞ്ചോള പോട്ടിട്ട് ഒരു ചിന്ന നെല്ലിക്ക സൈസിലുള്ള പുളിയെ ഇതുപോലെ കരച്ച് വിടരുത്. കത്തിരിക്കായ്ക്ക് പെരിയ വേവ് കിടയാത്. അപ്പോൾ അത് പോട്ട ഉടനെ നമുക്ക് இந்த പുളിയും കരച്ച് വിട്ടിട്ടാൽ പോരും. ഇനി നമുക്ക് ബാക്കി അത് വെന്ത് വേറെ ടൈമിൽ നമുക്കിത് പൊടിച്ചെടുക്കണം. ഇത് തണുത്തും ഇരിക്കും. ആദ്യം വറുത്ത് വെച്ചിരിக்கிற அந்த പരിപ്പോട മസാലാവ് ഇതുപോലെ കുറപ്പാக പൊടിച്ചെടുക്കരുത്. അതിലൊരു 2 മുതൽ 3 ടീസ്പൂൺ വരെ പൊടിയെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൊടിയോടെ കൂട്ടത്തിൽ വറുത്ത് വെച്ചിരിக்கிற തേങ്ങയും കൂടെ പോട്ട് തണ്ണി കൂടെ വിട്ട് നന്നായി അരച്ചെടുത്തിട്ടാൽ പോരും. இந்த സമയത്തിൽ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അത് തേവയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു ചിന്ന കഷ്ണം വെല്ലം പോടരുത്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിக்கிற വിഴുതയും കൂടെ പോട്ട് നന്നായി തിളപ്പിച്ച് ഒരു 5-6 മിനിറ്റ് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതോടെ കൂട്ടത്തിൽ കൊഞ്ചം കരിവേപ്പിലയും പോട്ടിട്ടാൽ പോരും. കരിവേപ്പില പോടുമ്പോൾ ഇതുപോലെ പിച്ച് പോട്ടാൽ അതോടെ സ്മെല്ല് കൊഞ്ചം കൂടെ എളുപ്പം നമുക്ക് നന്നായി കടയ്ക്കും. നന്നായി മിക്സ് പണിയിട്ട് അതൊരു 5 to 6 മിനിറ്റ്സ് നന്നായി ഒന്ന് ചിന്ന തീയില വെച്ച് തിളപ്പിക്കരുത്. അപ്പം നന്നായി അത് കുറുകി കിടക്കും. இந்த തേങ്ങയുടെ പച്ച വാസനയും മാറിക്കിടക്കും. ഇപ്പം നന്നായി കുറുകി വന്നിരിക്ക്. ഇത് ടൈം കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും. അതിലെന്താ പരിപ്പും ചേനയും എല്ലാം ഇരിക്കുന്നത് കൊണ്ട് இந்த കൺസിസ്റ്റൻസിയിൽ എടുത്താൽ തന്നെ കൊഞ്ചം തണുക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി കിടക്കും. അതോടെ ലാസ്റ്റിൽ அந்த പൊടിച്ച് വെച്ചിരിக்கிற அந்த പൗഡറും കൂടെ പോട്ടാൽ നല്ല വാസനயாக ഇരിക്കും. അത് ഒരു താളിപ്പും കൂടെ പോടരുത്. അതിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കരിവേപ്പിലയും മാത്രം തന്നെ താളിപ്പിപ്പ് എടുത്തിരിക്കാൻ. നമ്മൾ താളിച്ച് കൊട്ടിന ഉടനെ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വെച്ച് വിടണം. ഒരു 5 മിനിറ്റ്സോ കഴിഞ്ഞിട്ട് അത് നന്നായി മിക്സ് പണിനാൽ പോരും. അപ്പം എന്താ വാസന നന്നായി നമുക്ക് കിടക്കും.
எப்பொழுதுமே ஏது கறிக்கானாலும் தாளிப்பு கொடுக்குമ്പോൾ இதுപോലെ அடைச்சி வச்சுட்டு தான் நம்ம மிக்ஸ் பண்ணி எடுக்கப்படும். தாளகத்துக்கு பதிலாக ஆற்றுல பண்ணுறது പുഴുക്കാക്കും. அந்த പുഴുക്കോட ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. அதோட லிங்க் டிஸ்கிரிப்ஷன் பாக்ஸில் தரேன். இப்போ சூடோடு நான் அதை எப்படி இருக்குதுன்னு காணிக்கிறதுக்காக இந்த கிண்ணத்தில் விடுறேன். கரெக்டு பருவத்தில் தான் இருக்குது. இதிலும் தண்ணியாக எடுத்தானா கொஞ்சம் வெள்ளமாக இருக்கும். അതുകൊണ്ട് இந்த கன்சிஸ்டன்சியில் எடுங்கும். அதுக்கு மேலே நம்ம பொடிச்சு வச்சுருக்கிற பொடியும் கூட இது போல் போட்டு கொஞ்சம் கார்னிஷுக்கு ഇതിപ്പം പോസ്റ്റ് ചെയ്യുമ്പം கொஞ்சம் നന്നാ இருக்கிறதுக்காக லாஸ்ட் இந்த தாளிப்பு இதுപോലെ டெக்கரேட் செய்யறதுக்கு போடுறோம். அந்த சமயத்துக்குள்ளே நம்மளோட களி தான் இதுപോലെ നല്ല ഉതിരുതിരാ നന്നാ വന്നിருக்கு. ഒട്ടും കട്ടയില്ലാതെക്ക് ഇതുപോലെ നമുക്ക് கொஞ்சம் തണുത്ത് കഴിയുമ്പോൾ കളി இந்த പരുവത്തിൽ നമുക്ക് கிடைக்கும். ഇന്നേക്ക് കളി അരിശിയും വറുത്തിട്ടാക്കും ഞാൻ പൊടിച്ചേൻ. നമ്മൾ അല്ലാതെക്ക് അരിശിயை ഉമുത്തി വെച്ച് அதை പൊടിച്ച് அதை വറുത്ത് നമുക്ക് കളി பண்ணலாம். அதோட லிங்கும் நான் டிஸ்கிரிப்ஷன் பாக்ஸில் தந்திருக்கேன். 2 രീതിയിൽ നമുക്ക് കളി പണിയെടുக்கலாம். കളിയും താളകം ഇല്ലാട്ടന്നെ 7 കായ്കറികൾ പോട്ട് 7 കറി കൂട്ടെന്ന് ചൊല്ലലാം. ഇതുപോലെ കളിയും താളകവും എല്ലാവരും இந்த രീതിയിൽ ഒന്ന് പണി പാരുങ്കോ. തിരുവാതിര 2-3 ദിവസത്തിൽ തിരുവാതിര വറത് എല്ലാവരും കളിയും താളകവും അല്ല 7 കറി കൂട്ടെന്നും ചൊല്ലുക. തമിഴ്നാട്ടിൽ പണി பார்த்துட்டு எப்படி இருக்குன்னு கமெண்ட் பாக்ஸில் கமெண்ட் தாங்க. இந்த வீடியோ பிடிச்சிருந்தானா லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் செய்து சப்போர்ட் பண்ணுங்க.